വെൽക്കം ടു ലേണിനോ. ഇന്ന് സമയം, ദൂരം, വേഗത ഇവയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഒരാൾ 40 km/h വേഗത്തിൽ വാഹനം ഓടിക്കുന്നുവെങ്കിൽ 6 മണിക്കൂർ കൊണ്ട് അയാൾ എത്ര ദൂരം സഞ്ചരിക്കും? സഞ്ചരിച്ച ദൂരം കണക്കാക്കാൻ വേഗതയെ സമയം കൊണ്ട് ഗുണിച്ചാൽ മതി. 40 × 6 240 കിലോമീറ്റർ. ഇതിലെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, 3 കാറുകളുടെ വേഗതയുടെ അംശബന്ധം 3:4:5 ആണ്. ഒരു നിശ്ചിത ദൂരം സഞ്ചരിക്കാൻ അവരെടുക്കുന്ന സമയത്തിന്റെ അംശബന്ധം ഏത്? ഇപ്പൊ വേഗതയുടെ അംശബന്ധം 3:4:5 ആണ്. സമയം അത് 1/3:1/4:1/5 ആയിരിക്കും. ഇതിനെ പൂർണ്ണസംഖ്യ ആക്കുന്നതിന് വേണ്ടി, അംശബന്ധം എപ്പോഴും പൂർണ്ണസംഖ്യ രൂപത്തിലാണ് പറയുക. ഇതിനെ ഛേദങ്ങളുടെ LCM അതായത് ലസാഗു കൊണ്ട് ഗുണിക്കണം. 3, 4, 5 ഇവയുടെ ലസാഗു 60 ആണ്. ഇതിനെ ഓരോന്നിനെയും 60 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 20:15:12 എന്ന് കിട്ടും. ഇതിലെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരാൾ എക്സിൽ നിന്നും വൈയിലേക്ക് 20 കിലോമീറ്റർ വേഗതയിലും തിരിച്ച് വൈയിൽ നിന്ന് എക്സിലേക്ക് 30 km/h വേഗതയിലും സഞ്ചരിക്കുന്നു എങ്കിൽ ആകെ യാത്രയിലെ ശരാശരി വേഗത എത്ര? ശരാശരി വേഗത കണക്കാക്കാനുള്ള സൂത്രവാക്യമാണിത്. 2ab/a+b. ഇത് രണ്ട് വേഗതകളാണ്. ഒന്ന് 20ഉം ഒന്ന് 30ഉം ആണ്. അപ്പോൾ 2 × 20 × 30/20 + 30. അപ്പോൾ നമുക്കിത് കണക്കാക്കുമ്പോൾ 24 എന്ന് കിട്ടും. 24 km/h. ഇതിലെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, കാർത്തിക് 2 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്തേക്ക് 34 km/h വേഗതയിലും അടുത്ത 2 മണിക്കൂർ കൊണ്ട് കൊല്ലത്ത് നിന്ന് കോട്ടയത്തേക്ക് 46 km/h വേഗതയിലും യാത്ര ചെയ്താൽ ആകെ യാത്രയുടെ ശരാശരി വേഗത എത്ര? ഇവിടെ രണ്ടും 2 മണിക്കൂർ വീതമാണ്, സമയം തുല്യമാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇവിടെ ശരാശരി വേഗത കാണാൻ ഈ 34ഉം 46ഉം കൂട്ടി /2. അപ്പോൾ 80/2 = 40 km/h. ഇതിലെ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗതയിലും തിരിച്ച് എയിലേക്ക് 60 കിലോമീറ്റർ വേഗതയിലും വീണ്ടും ബിയിലേക്ക് മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗതയിലും സഞ്ചരിച്ചു. യാത്രയിലെ അദ്ദേഹത്തിന്റെ ശരാശരി വേഗത എത്ര? ഇവിടെ നമുക്കൊരു വേഗതകളെ S1, S2, S3 എന്നെടുക്കാം. അത് സഞ്ചരിച്ച സമയം T1, T2, T3 എന്നും എടുക്കുകയാണെങ്കിൽ ഇവിടെ വേഗത S1 80, S2 60, S3 30. ഇതിൻ്റെ ലസാഗു LCM എന്ന് പറയുന്നത് 240. 80, 60, 30ൻ്റെ LCM 240. അപ്പം ഈ ആദ്യത്തെ സമയം 80 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ എടുത്ത സമയം എന്ന് പറയുന്നത് 240/80 3. രണ്ടാമത് 60 km/h സഞ്ചരിക്കാൻ എടുത്ത സമയം എന്ന് പറയുന്നത് 240/60 4. അടുത്ത 30 km/h വേഗതയിൽ സഞ്ചരിച്ച സമയം 240/30 8. അപ്പം നമുക്ക് ശരാശരി വേഗത എന്ന് പറഞ്ഞാൽ ആകെ സഞ്ചരിച്ച ദൂരം ആകെ സഞ്ചരിച്ച സമയമാണ്. ആകെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് ഈ
240 3 തവണ സഞ്ചരിച്ചിരിക്കുന്നത്. അപ്പൊ 3 × 240. ഇനി ആകെ സഞ്ചരിച്ച സമയം 3 + 4 + 8, അതായത് 15. അപ്പോൾ ശരാശരി വേഗത എന്ന് പറയുന്നത് 3 × 240/15 48 km/h. ഇതിലെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, മണിക്കൂറിൽ 54 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന 150 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 450 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകാൻ എടുക്കുന്ന സമയം എത്ര? ഇപ്പൊ സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് തീവണ്ടിയുടെ നീളം പ്ലസ് പാലത്തിന്റെ നീളമാണ്. അപ്പൊ 150 + 450 600 മീറ്റർ. സമയം തീവണ്ടിയുടെ നീളം പ്ലസ് പാലത്തിന്റെ നീളം ബൈ വേഗത. അപ്പൊ 600/54 സമം 600/15 മീറ്റർ/സെക്കൻഡ്. കാരണം യൂണിറ്റുകൾ ഒരുപോലെ ആവണം. ഇവിടെ 600 മീറ്റർ ആയതുകൊണ്ട് ഇവിടെയും മീറ്റർ ആക്കുകയാണ്, മീറ്റർ/സെക്കൻഡ് ആക്കുകയാണ്. 54 km/h മീറ്റർ/സെക്കൻഡ് ആക്കുന്നതിന് വേണ്ടി 54 × 1000 ഡിവൈഡഡ് ബൈ 60 × 60. അങ്ങനെയാണ് 15 മീറ്റർ/സെക്കൻഡ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ആൻസർ 40 സെക്കൻഡ് എന്ന് കിട്ടി. ആൻസർ 40 സെക്കൻഡ്. ഇതിലെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 60 km/h വേഗത്തിൽ സഞ്ചരിച്ചു 30 സെക്കൻഡ് കൊണ്ട് ഒരു പാലത്തിനെ കടക്കുന്നു. പാലത്തിന്റെ നീളം എത്ര? അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം ദൂരം കണ്ടുപിടിക്കാം. ദൂരം എന്ന് പറയുന്നത് വേഗത × സമയമാണ്. അപ്പോൾ 60 × 30. ഇവിടെ 60 km/h ആണ്. അതിനെ മീറ്റർ/സെക്കൻഡ് ആക്കാൻ വേണ്ടിയാണ് ഈ 5/18 കൊണ്ട് ഗുണിച്ചത്. ഇത് സമയം 30. അപ്പൊ നമുക്ക് 500 മീറ്റർ എന്ന് കിട്ടി. അപ്പൊ പാലത്തിന്റെ നീളം കണക്കാക്കാൻ ആകെ സഞ്ചരിച്ച ദൂരത്തിൽ നിന്നും തീവണ്ടിയുടെ നീളം കുറയ്ക്കണം. അപ്പൊ 500 - 200 = 300 മീറ്റർ. അതായത് ഇതിലെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, 220 മീറ്റർ നീളവും 260 മീറ്റർ നീളവുമുള്ള 2 ട്രെയിനുകൾ യഥാക്രമം 32 km/h വേഗതയിലും 40 km/h വേഗതയിലും എതിർദിശയിൽ സഞ്ചരിക്കുന്നു. ഈ ട്രെയിനുകൾക്ക് പരസ്പരം മറികടക്കാൻ എത്ര സമയം വേണം? ഇത് കണ്ടുപിടിക്കാനുള്ള സമയം കണ്ടുപിടിക്കാൻ L1 + L2/S1 + S2, അതായത് നീളം 220 + 260 ഇത്രയും ദൂരം സഞ്ചരിക്കണം, ബൈ സ്പീഡ് ഒന്നിന്റെ 32 മറ്റത് 40, അതായത് 480/72 km/h ആണ്. അപ്പൊ വീണ്ടും ഇത് 72 km/h മീറ്റർ/സെക്കൻഡ് ആക്കാൻ വേണ്ടിയാണ് ഇവിടെ 5/18 കൊണ്ട് ഗുണിച്ചത്. അപ്പോൾ കിട്ടുന്നത് 480 × 18/72 × 5 = 24 സെക്കൻഡ്. ഇതിലെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു തീവണ്ടിയുടെ ശരാശരി വേഗത 120 km/h ആണ്. അതിന്റെ വേഗത 160 km/h ആയിരുന്നു എങ്കിൽ യാത്ര 1.5 മണിക്കൂർ നേരത്തെ പൂർത്തിയാക്കാമായിരുന്നു. എങ്കിൽ തീവണ്ടി സഞ്ചരിച്ച ദൂരം എത്ര? അപ്പൊ ഇവിടെ നമുക്കത് 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, ഇവിടെ സമയ വ്യത്യാസം എന്ന് പറയുന്നത് 1.5 മണിക്കൂറാണ്, അതായത് 3/2 മണിക്കൂറാണ്. സഞ്ചരിച്ച ദൂരം ഇവിടെ നമുക്ക് ഈ സൂത്രവാക്യം ഉപയോഗിക്കാം. S1 × S2/S1 - S2 ഇൻറ്റു ആ സമയ വ്യത്യാസം T. അപ്പോൾ 160 × 120/160 - 120 × 3/2 720 എന്ന് കിട്ടും.
ഇനി ഇത് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ സഞ്ചരിച്ച ദൂരം d ആണ് എന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ സഞ്ചരിക്കാൻ എടുത്ത സമയം d/120 ആണ്. ഈ വേഗത 160 ആയിരുന്നു എങ്കിൽ സഞ്ചരിക്കാൻ വേണ്ട സമയം d/160 ആണ്. അപ്പൊ സമയ വ്യത്യാസം d/120 മൈനസ് d/160 സമം 3/2 എന്നെടുക്കാം. ഇതിൽ നിന്നും നമുക്ക് d കണ്ടുപിടിക്കാം. d എന്ന് പറയുന്നത് 160 ഇൻറ്റു 120/40 ഇൻറ്റു 3/2 സമം 720 എന്ന് കിട്ടും. ഇത് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഇവിടെ ഡയറക്റ്റ് സൂത്രവാക്യമായി ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ആൻസർ 720 കിലോമീറ്റർ, അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, എ ബി എന്നീ സ്റ്റേഷനുകൾ തമ്മിൽ 250 കിലോമീറ്റർ അകലമുണ്ട്. ഒരേ സമയത്ത് ഒരു ട്രെയിൻ എയിൽ നിന്ന് ബിയിലേക്കും മറ്റൊരെണ്ണം ബിയിൽ നിന്ന് എയിലേക്കും പുറപ്പെടുന്നു. എയിൽ നിന്ന് 140 കിലോമീറ്റർ അകലെ വെച്ച് അവ കണ്ടുമുട്ടുന്നു എങ്കിൽ അവയുടെ വേഗതകൾ തമ്മിലുള്ള അംശബന്ധം എത്ര? ഇവിടെ എയിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ 140 കിലോമീറ്റർ എത്തുമ്പോൾ ബിയിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ അവിടെ എത്തുന്നു, അതായത് 110 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട്. കാരണം ആകെ 250 ആണ്. അപ്പോൾ എയിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ 140ഉം ബിയിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ 110 കിലോമീറ്റർ ആണ് സഞ്ചരിച്ചത്. അതുകൊണ്ട് വേഗതകൾ തമ്മിലുള്ള അംശബന്ധം 140:110 സമം 14:11. അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ.